നേടിയെടുക്കാൻ പോരാടാൻ അവസരയേറെ ഉണ്ടെന്നാലും തെരുവിലിറങ്ങാൻ മടിയില്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, പെൻഷൻ വാലിഡേഷൻ ആക്ട് പിൻവലിക്കുക, BSNL അല്ലെങ്കിൽ MTNL പെൻഷൻ പരിഹരിക്കുക, പെൻഷൻ ചാരിറ്റി ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രതിഷേധ പ്രകടനം FCPA ചെയർമാൻ PV രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാമല്ലോ, 2004 വരെ നമ്മുടെ രാജ്യത്തെ എല്ലാ സർവീസിലും കേന്ദ്ര ജീവനക്കാരായാലും ഓട്ടോണമസ് ജീവനക്കാരായാലും അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരായാലും അവർക്കെല്ലാവർക്കും തന്നെ അവസാനം വിരമിക്കുമ്പോൾ കിട്ടിയ ശമ്പളം എത്രയാണോ അതിന്റെ 50% പെൻഷനായിട്ട് ലഭിച്ചിരുന്നു. അതൊരു ഇന്നലെ വരെ ജീവിച്ച 50% എന്ന് പറഞ്ഞാൽ തന്നെ ഇന്നലെ ജീവിച്ചതിന്റെ പകുതി പണം മാത്രമേ നമുക്ക് പെൻഷനായാൽ ചെലവഴിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. പക്ഷേ അതുപോലും കൊടുക്കണ്ട എന്നുള്ളതാണ് 2004 അന്നത്തെ NDA ഗവൺമെന്റ്, വാജ്പേയിയുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമത്തിന്റെ ഭാഗമായിട്ട് പുതിയ പെൻഷൻ സമ്പ്രദായം കൊണ്ടുവന്നത്. അപ്പൊ അതോടുകൂടി പുതുതായിട്ട് 2004 ശേഷം സർവീസിൽ വന്നവര് എല്ലാവരും ഈ കോൺട്രിബ്യൂട്ടറി പെൻഷന്റെ കീഴിൽ വന്നു. നമുക്കറിയാം, നമ്മുടെ കൂടെ ജോലി ചെയ്ത പല ആളുകളും വിരമിച്ചപ്പോൾ, NPS പെട്ടവർ വിരമിച്ചപ്പോൾ 1000-വും 2000 രൂപ പെൻഷൻ കിട്ടുന്ന അവസ്ഥ, 1000-ൽ താഴെ പെൻഷൻ കിട്ടുന്ന അവസ്ഥ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള സഖാക്കളായിട്ടുള്ള എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ടുള്ള നിരന്തരമായ സമരം നമ്മൾ നടത്തിക്കൊണ്ടുവന്നു. എത്രയോ സമരങ്ങൾ നമ്മൾ നടത്തി. NPS വന്നതിന് ശേഷവും നിരന്തരമായ സമരം നടത്തി. പക്ഷെ പല ആളുകളും വിചാരിച്ചത് ഇനി ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2024 തെരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷത്തോടുകൂടി അല്ലെങ്കിൽ 400 സീറ്റോടുകൂടി മോദിയുടെ വാക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ 400 പാർ എന്നുള്ള മുദ്രാവാക്യം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഗവൺമെന്റ് ഇലക്ഷൻ കഴിയുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പോലും ഇല്ലാതായി. CGPA K. കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. P. കുമാരൻ നായർ, A. ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ കൺവീനർ K. കുഞ്ഞിരാമൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ C. വിജയൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.